ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ നാട്ടിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ആണ്. പാക്കിങ്ങും പ്രിപ്പറേഷനും എല്ലാം കൂടിയുള്ളൊരു വീഡിയോ ആണ്. സോ ഞങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് നാളെ രാവിലെ തന്നെ പോകണം കേട്ടോ. ഒരു 12 മണിക്കാണ്, നാളെ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെ പെട്ടികളൊക്കെ ഇതാ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോരോ ഡ്രസ്സായിട്ട് എടുത്ത് വെക്കണം. ഡ്രസ്സ് മാത്രമല്ല, ബാക്കിയുള്ള നമ്മൾ വർക്ക് ചെയ്യേണ്ട സാധനങ്ങളും എല്ലാം ഇതിലേക്ക് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണത് ഒരു 10 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. വളരെ മിനിമൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളും കൂടി ഉള്ളതുകൊണ്ട് അതിനും കൂടി ചേർത്തില്ല ഡ്രസ്സ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല. എന്തൊക്കെ കൊണ്ടുപോകണം എന്നൊന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്കിപ്പം എല്ലാം കൂടി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഈ 2 ബ്ലാക്ക് ഡ്രസ്സ് മാത്രമാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഓരോന്ന് എന്തൊക്കെ വേണം എന്നുള്ളത് വാർഡ്രോബും തപ്പണം, എന്നിട്ട് വേണം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ ഞാൻ വാർഡ്രോബ് തുറന്നിട്ട് എനിക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ എടുക്കുന്നത്. അതാണ് ഫസ്റ്റ് എൻ്റെ കൺമുന്നിൽ പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളെ ഇടുന്ന ഡ്രസ്സ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു വൈറ്റ് ലോങ് ഷർട്ടാണ് കേട്ടോ. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം. ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇടാൻ വേണ്ടിയിട്ട് പോണത്. ഭയങ്കര ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ജീൻസും കൂടി ഇട്ട് പെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് നാളെ പോകുമ്പം. പിന്നെ അത് കൂടാണ്ട് ഞാൻ എൻ്റെ ബാക്കി ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് സെറ്റ് ഡ്രസ്സുകളുണ്ട് കേട്ടോ നാട്ടിൽ പോകുമ്പം. അത് ഞാൻ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും കൊണ്ടുപോകാറുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും ചോദിക്കുന്നു, എനിക്കൊന്ന് മാറ്റി പിടിച്ചുകൂടെ, എത്ര വേറെ ഡ്രസ്സുകളുണ്ട്. പക്ഷേ ചില ഡ്രസ്സുകളൊക്കെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ അതൊരിക്കലും നമുക്ക് മാറ്റി പിടിക്കാനോ അല്ലെങ്കിൽ മാറ്റി കൊണ്ടുപോകാനോ ഒന്നും തോന്നാറില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കണം. ഞാൻ എല്ലാ ഡ്രസ്സുകളും എടുത്ത് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ സ്റ്റോറിൽ നിന്ന് തന്നെയുള്ള കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ. ഇതും കൂടി ഞാൻ ഇപ്രാവശ്യം പുതിയതായിട്ട് ഇടാം എന്ന് വിചാരിച്ചു. ഇതാണ് ഫസ്റ്റത്തെ ഫ്രോക്ക് വന്നിട്ട്. സെക്കൻഡ് ഈ ഒരു കോട്ട് സെറ്റാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ സ്റ്റോറിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും വലുതായിട്ട് അങ്ങനെ ഷേപ്പ് ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല. ഇതും ഒരു ഫ്രോക്ക് ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഫ്രോക്ക് ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതാവുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് ഇട്ട് പോകാൻ. നമ്മളെ ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വളരെ കുറച്ച് ഡ്രസ്സ് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ കുറച്ച് ദിവസത്തേക്കാണല്ലോ പോണത്. പിന്നെ ഫംഗ്ഷനൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും കൂടി അതിൻ്റെ കൂടെ പുതിയ കുറേ ഡ്രസ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഷോർട്സ് ഞാൻ മുന്നിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. അതൊക്കെ നമ്മളുടെ ബൊട്ടിക്കിൽ തന്നെയുള്ള കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സുകളാണ്. പിന്നെ ഞാൻ ജീൻസ് അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എനിക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ പെട്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പെട്ടികളാണ്. അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എനിക്ക് എടുത്തു വെക്കാനുള്ള എൻ്റെ മേക്കപ്പ് സ്കിൻ കെയർ പ്രോഡക്ട്സ്. ഭയങ്കരമായിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒന്നുമില്ല. കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് കൊണ്ടുപോകാനുണ്ട്. അതും കൂടിയുള്ള ചെറിയൊരു ബോക്സിലായിരിക്കും കൊണ്ടുപോകുന്നത്. അതും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു പെട്ടി കംപ്ലീറ്റ് ആയിട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിലേക്ക് എടുത്ത് വെക്കാൻ. ഞാൻ ഈ ഒരു പൗച്ചിലേക്കാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഇട്ട് വെക്കുന്നത്. ഇത് ഞാൻ ഈ അടുത്ത് കുറച്ച് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ അതൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ലിപ്സ്റ്റിക്കും പിന്നെ അതേപോലെ ലിപ് ലൈനറും കാജലൊക്കെ ആയിട്ട് ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിതിലേക്ക് നമ്മളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. അതിൽ കുറച്ച് എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് വയ്ക്കുക. അതാകുമ്പോൾ എല്ലാ സാധനങ്ങളും ഈ ഒരൊറ്റ പൗച്ചിൽ കൊള്ളു കേട്ടോ. ഞാൻ മെയിനായിട്ട് എടുക്കുന്ന എൻ്റെ ലിപ്സ്റ്റിക്കും സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, പിന്നെ എൻ്റെ പെർഫ്യൂം, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഫൗണ്ടേഷൻ, ക്രീം, പിന്നെ എൻ്റെ ഐ ഷാഡോ. ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാം ഞാൻ അധിക ദിവസങ്ങളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്സാണ് മെയിനായിട്ട് വേണ്ട ഒരു സാധനം. ലിപ്സ്റ്റിക്ക് നമുക്ക് 2-3 കളർ എടുക്കാം. ഐ ലൈനർ, പിന്നെ മസ്കാര എനിക്ക് പുതിയതൊന്ന് മേടിക്കണം. എൻ്റെ മസ്കാര ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ബ്ലഷ്, ഹൈലൈറ്റർ, പിന്നെ ലിപ്പാം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇതെൻ്റെ കാജലും കൂടി എടുക്കുന്നുണ്ട്. ലിപ്പ് ലൈനർ എടുക്കണം. ഒരു കളറേ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു 2 കളർ എടുക്കാം. ഓക്കെ, ഒരു കളറാണ് മെയിനായിട്ട്, ബ്രൗൺ കളറ് ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതൽ. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക്, പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഗേൾ പവർ. പിന്നെ ഇതെടുക്കണം എന്നില്ല തോന്നുന്നു. ഇത് ലിപ് ഗ്ലോസ് ആണ്, അതിൻ്റെ ആവശ്യമുണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതൊന്നും എടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു സംഭവത്തിലേക്ക് എൻ്റെ മോയ്സ്ചറൈസർ ആക്കൂട്ടോ. ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ കാണിച്ചു തരാം.
ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഈ ഒരു ചെറിയ ട്യൂബിലേക്ക് ആക്കും കേട്ടോ. ചെറിയ ട്യൂബല്ല, എന്താ പറയുക, ചെറിയൊരു ഡിസ്പെൻസറിലേക്ക് ആക്കും. അതാകുമ്പം എനിക്ക് വലിയ മോയ്സ്ചറൈസർ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. നാട്ടിലൊക്കെ വളരെ കുറവ് സമയങ്ങളിലെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പമ്പ് ചെയ്ത് വയ്ക്കും, ഫുള്ളാക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകുമ്പം ഈ ഒരു ചെറിയ ബോട്ടിൽ കൊണ്ടുപോയാൽ മതി. ഈ വലിയ ബോട്ടിൽ ക്യാരി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അത്രയും മതിയാവും. ഇതെൻ്റെ കയ്യിലും കാലിലൊക്കെ ഇടുന്ന മോയ്സ്ചറൈസറാണ്. അതും കൂടി ഇതിലേക്ക്, ഇത് ലീക്ക് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, നമുക്ക് ലാസ്റ്റ് വയ്ക്കാം. പിന്നെ ഇതെൻ്റെ അണ്ടർ ആം റോളറാണ്, അതും വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ എനിക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫാർമസിൻ്റെ ഈ ഒരു നമ്മളെ ഫേഷ്യൽ റേസറും കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സംഭവം അയറൂൻ്റെ ആണ്, അയറൂൻ്റെ ബോഡി ജെല്ലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മേക്കപ്പ് റിമൂവർ ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അത്രയും ആയപ്പോഴത്തേക്കും ഏകദേശം ഇത് ഫുള്ളായിട്ടുണ്ട്. നമുക്കിനി ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. ഇവിടുത്തെ കോലം കണ്ട് നിങ്ങൾ ഞെട്ടുണ്ട, ഞങ്ങൾ പാക്കിങ്ങിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് ഈ കോലം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ആകെ ഫുള്ള് അലമ്പായിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഐറൂൻ്റെ ഡ്രസ്സുകൾ എടുത്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഐറൂനാണെങ്കിൽ കൂടുതൽ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് ആവശ്യമുള്ളത് കേട്ടോ. പുറത്ത് പോകുമ്പോഴൊക്കെ അവൾ വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് പുറത്തൊക്കെ കൂടുതൽ പോകുന്നത്. നാട്ടിലാകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കില്ലല്ലോ ഈ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊന്നും. ദുബായിലാകുമ്പോഴാണ് നമ്മൾ ഭയങ്കര പെക്യുലറായിട്ട് ശ്രദ്ധിക്കുക, അവിടെ ഇപ്പം ഈ ഡ്രസ്സ് ഇടണം അങ്ങനെയൊക്കെ. നാട്ടിലാകുമ്പോൾ അവൾ ഏതാണോ ഡ്രസ്സ് വീട്ടിലിടുന്നത് അതൊക്കെ ഇട്ടിട്ടാണ് പുറത്തോട്ടൊക്കെ പോകുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ അധികം ഡ്രസ്സ് അവിടെയും മേടിക്കും. പിന്നെ വീട്ടിലുള്ള എല്ലാവരും അവർക്ക് ഡ്രസ്സ് മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സാണ് ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത് നാട്ടിലേക്ക്. എനിക്ക് പാക്കിങ്ങിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഞാനിങ്ങനെ മടക്കി വെച്ച് ഓർഗനൈസ് ചെയ്യാന്ന് പറയുന്നതിന് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. പക്ഷേ അമ്മ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഇതൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഇന്ന് നമുക്ക് ഒട്ടും സമയമില്ല, നാളെ രാവിലെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങളിതെല്ലാം രണ്ടാളും കൂടി ചെയ്താൽ മാത്രമേ നമുക്കിത് കഴിയുള്ളൂ കേട്ടോ. അത് മാത്രമല്ല എനിക്കും അമ്മയ്ക്കും ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു, ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കിടന്നതിന് ശേഷമാണ് ഇതൊക്കെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വിചാരിച്ചാൽ ഇത് തീർക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ അമ്മയാണ് കൂടുതൽ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുന്നതൊക്കെ കേട്ടോ. പിന്നെ ഐറൂൻ്റെ യൂസ് ചെയ്യാത്ത കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വേറൊരു പാക്കിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. കാരണം അത് നമുക്ക് നാട്ടിൽ പോയിട്ട് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്തായാലും യൂസ് ചെയ്യുന്നില്ല, അവൾ ഒട്ടും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനത്തെ പുതിയ ഡ്രസ്സുകളാണ്, പ്രത്യേകിച്ച് ഈ ഫ്രോക്ക് ഡ്രസ്സുകളൊക്കെ ഇല്ലേ, അവളിപ്പോൾ എൻ്റെ കയ്യിൽ തന്ന ഡ്രസ്സുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു ക്യാബിൻ ബാഗും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഐറൂൻ്റെ. അപ്പോൾ ആ ക്യാബിൻ ബാഗിലേക്ക് ഞങ്ങൾ വെക്കുന്നത് അവൾക്ക് ഫ്ലൈറ്റിൽ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് എടുക്കാത്ത ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടാണ് അവളുടെ കുറച്ച് ഫ്ലൈറ്റിൽ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളും അവളുടെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഇതിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ക്യാബിൻ ലഗേജായിട്ട് യൂസ് ചെയ്യാം. അത് കൂടാണ്ട് അവളുടെ കുറച്ച് ഡ്രസ്സുകളും ഒക്കെ നമുക്കിതിൽ വെക്കും ചെയ്യാം. അതോടുകൂടി നമ്മൾ പാക്കിങ്ങിൻ്റെ ഒരു യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് അവൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു സ്ലേറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്ലേറ്റ് നമ്മളിന്ന് പുറത്ത് പോയ സമയത്താണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്സും മേടിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിച്ചാൽ ഓൾറെഡി എൻ്റെ അടുത്ത് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ കുറച്ച് ബാംഗിൾസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് പാസ്പോർട്ട്, അതേപോലെ നമ്മൾ എമിറേറ്റ്സ് ID കാര്യങ്ങളൊക്കെ നമ്മൾ ബാഗിലേക്ക് വെച്ചു. ഈ ഒരു ബാഗ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ എൻ്റെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പവർ ബാങ്ക് ചാർജ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കോലം, വളരെ ദയനീയമായിട്ടുള്ള കോലമാണ്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ നെയിൽ പോളിഷും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇതാണ് നമ്മളൊരു കുട്ടി പ്രിപ്പറേഷൻ വ്ളോഗ്, അതേപോലെ പാക്കിംഗ് വ്ളോഗൊന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ, സീ യു ആൻഡ് ടേക്ക് കെയർ.